ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൂന്നേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ബീട്രൂട്ട് ആണ്. ഈ ഒരു കംപ്ലീറ്റ് ബീട്രൂട്ട് നമുക്ക് വേണ്ട, ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം മതി. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബട്ടറാണ്. ഇതൊരു അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള അൺസാൾട്ടഡ് ആയിട്ടുള്ള തന്നെ നോക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്യുവർ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഇത് ഗ്ലിസറിൻ ആണ് കേട്ടോ. അപ്പം ഇത് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യണമെന്നില്ല, ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് കിടക്കാം. ആദ്യം ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ബീട്രൂട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ സ്പൂണോ കയ്യോ യൂസ് ചെയ്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് കിട്ടും. അപ്പോൾ ഒട്ടും തരിയില്ലാതെ എടുക്കണം. ഞാനിതിപ്പോൾ എടുക്കുന്ന സമയത്ത് 1-2 തരികളൊക്കെ അതിനകത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലിപ് ബാം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കും. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം. അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിക്കാം. ആ ഒരു ഹാഫ് പോർഷൻ്റെ അകത്ത് എനിക്ക് ഇത്ര ജ്യൂസാണ് കിട്ടിയത്, കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കും. നല്ലപോലെ നല്ല കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് ഒരു 5 മിനിറ്റ് തന്നെ തികച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറുകി തീരെ ഇല്ലാണ്ടാവും. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്ക് ഇത്തിരി ഒന്ന് കുറുകിയെന്ന് തോന്നുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയായത് കാരണം ഇതിനകത്ത് ചൂട് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചൂടിൽ അത് നല്ലപോലെ ഒന്ന് മെൽട്ടാവും. നല്ലപോലെ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ഇത്തിരി മഞ്ഞൾ നല്ലതാണ് കേട്ടോ, ചുണ്ടിന് നല്ലതാണ്. പിഗ്മെൻറ്റേഷനൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മെൽറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി മഞ്ഞൾ കൂടെ, ഒരു പിഞ്ച് മഞ്ഞൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി പ്രോസസ്സ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത് മുതൽ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ വേണ്ടൂ. ഇനി നമുക്ക് ഒരു കണ്ടെയ്നർ വേണം. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണ്ടെയ്നർ എടുക്കാം. ഇതേ മുന്നേ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അതിനകത്തോട്ട് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇത്തിരി തരികൾ കണ്ടോ. അപ്പം ഞാൻ ആദ്യം അരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊന്ന് ആ ഒരു തരികൾ അതിലത് വീണു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തരികളായിട്ട് കാണുന്നത്. അല്ലെങ്കിലും ഇതുപോലെ കുറച്ച് ആ ഒരു ബട്ടർ വേറെ ബീട്രൂട്ട് വേറെ എന്നുള്ള ലെവലിലാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അത് നമ്മൾ പിന്നീടാണ് അത് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടറിൻ്റെ ഒരു നമുക്ക് വേറെ കാണാം, അതുപോലെ ബീട്രൂട്ട് വേറെ തന്നെ. നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇപ്പം കാണുന്നത്. ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് ദേ കണ്ടില്ലേ, ബട്ടർ നമുക്ക് വേറെ തന്നെ കാണാം, ബീട്രൂട്ടിൻ്റെ കളറ് വേറെ തന്നെ കാണാം. ഇങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചത്. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയില്ല. കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽട്ടായി തോന്നുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ പുറത്തൊക്കെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം തന്നെ വൈകുന്നേരമായിട്ടോ. അപ്പോൾ പിന്നെ ലൈറ്റിൻ്റെ ഈ ചെറിയ ഇഷ്യൂ കാരണം ഞാൻ കുറച്ച് സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് നല്ല പോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ബീട്രൂട്ടും ബട്ടറും കൂടെ നല്ല പോലെ മിക്സായിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ നോർമൽ നമുക്ക് കിട്ടുന്ന ലിപ് ബാം പോലെ നമുക്കിത് ആക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പം നമ്മൾ ഇതിൽ ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ നമ്മൾ മിക്സ് ചെയ്തത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ആദ്യം ആ ചൂടുള്ള സമയത്തൊന്നും ഗ്ലിസറിൻ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബട്ടറും ആ ഒരു ബീട്രൂട്ടും തമ്മിൽ മിക്സ് ചെയ്തില്ലേ, ആ സമയത്താണ് ഗ്ലിസറിൻ ആഡ് ചെയ്തത്. ഗ്ലിസറിൻ ഒരു 2-3 തുള്ളി ഞാൻ അതിൽ ഒറ്റിച്ചിട്ട് അങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പം ശരിക്കും നമ്മുടെ നോർമലി നമുക്ക് കിട്ടുന്ന ലിപ് ബാം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണം. കാരണം നമ്മൾ കാലാവസ്ഥയ്ക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും. കാരണം നമ്മൾ കേട് വരാതിരിക്കാനുള്ള ഒന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് യൂസ് ചെയ്യണം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ല നാച്ചുറൽ ടിൻറ്റ്, ഒരു പിങ്ക് ടിൻറ്റ് തരുന്ന ഒരു ലിപ് ബാമാണിത്. ഇത് നല്ല ഹെൽത്തിയാണ്, നമുക്ക് പേടി കൂടാതെ യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. ഓവറായിട്ടുള്ളൊരു കളറൊന്നും ഇതിനുണ്ടാവില്ല, ഒരു നാച്ചുറൽ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും വിശ്വസിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.